ഗൈസ് പുതിയൊരു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച 11:15 രാത്രി. അപ്പോൾ ഞങ്ങൾ ഒരു 4 പേര് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മൾ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോഴത്തേക്കും ഞാൻ 2 വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 4 പേരുണ്ട്, ഞങ്ങൾ 2 വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പോസ്റ്റ് വെട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. കണ്ടോ, ഒരു പോസ്റ്റ് വെട്ടത്തിൻ്റെ അടുത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഈ സ്പ്ലെൻഡർ എന്ന് വെച്ചാൽ നമ്മുടെ മോക്കോ, നമ്മുടെ പെങ്കൊച്ചിൻ്റെയും പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയുടെ ഗ്ലാമർ. അപ്പോൾ അതിനകത്താണ് വേണ്ടി പോകുന്നത്. അപ്പോൾ അവരെല്ലാം ഡ്രസ്സ് ചേഞ്ച് അതിനും കാര്യങ്ങളൊക്കെ പോയേക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് അകലെയാണ്. ഞാൻ അപ്പോൾ അവിടെ നിന്നാണ് വന്നേക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൻ്റെ വീണ്ടെടുത്ത് വയ്ക്കും. അപ്പോൾ 3 പേരുണ്ട്. 3 പേരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വേണ്ടി പോയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പിടിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് മൂന്നാറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അവ ഉടനെ ഈ മാസം തന്നെ കയറി പോകുന്നതാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഒരു ട്രിപ്പ് പോകണം, കാര്യങ്ങൾ പോകണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞ് നമുക്കറിയാം നമുക്ക് മൂന്നാർ പോകാം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മൂന്നാർ പോകാമെന്ന്. നമ്മൾ ട്രിപ്പ് ഒറ്റ മൈൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ്റെ അച്ഛന് വേണ്ടി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ബൈപ്പാസിൽ പോയിരുന്നു. 5 ബൈപ്പാസിൽ പോയി ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു അല്ലെങ്കിൽ ഒറ്റ മൈൻഡ് നമുക്ക് ട്രിപ്പ് വിട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളും വിചാരിച്ചു ഓക്കെ സംഭവം എന്ന് വെച്ചാൽ ചെറുക്കൻ്റെ സന്തോഷമാണ് നമുക്കും വലുത്. അവൻ പറഞ്ഞപ്പോൾ നമ്മളും പറഞ്ഞു ഓക്കെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ മൈൻഡ് 4 പേര് ഒറ്റ മൈൻഡിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ നേരെ ട്രിപ്പ് പോകാൻ വേണ്ടി പോകുന്നു. നമ്മൾ നേരെ പിടിച്ചേക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാറാണ്. ഇനി രാത്രിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണത്തില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടേ. ഇപ്പോൾ പോസ്റ്റ് ഇട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇത്രയും പെട്ടത്തിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ രാവിലെയുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി തരാവുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനൊക്കെ നിർത്തുന്ന സമയത്ത് നമ്മൾ ഷോർട്ടായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ പിന്നെ എന്താണ് ഫോണല്ലേ, അപ്പോൾ നമ്മളിനി കൂടുതലൊന്നും പറഞ്ഞങ്ങ് ദീർപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ പോകും. നമ്മളെല്ലാം സെറ്റായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഒരു പയ്യനാണ്, നമ്മുടെ വേറൊരു യൂട്യൂബറുണ്ട്. അപ്പോൾ അയാളും സെറ്റായിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നൈറ്റ് എന്തായാലും ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെ ചെറുക്കന്മാരെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളത്തിന് വേണ്ടി പോയിട്ടുണ്ട്. നമ്മളെന്തായാലും രാവിലെയുള്ള വിഷ്വലും കാര്യങ്ങളെല്ലാം എടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെയുള്ള വീഡിയോസും കാര്യങ്ങളും കാണാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ പത്തനംതിട്ട കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് ആറമത്തെ എന്നാണ്. അപ്പോൾ നമ്മൾ കട്ടൻ ചായയും കുടിക്കുന്നു, പിന്നെ മുട്ട ഓംലേറ്റ് ഒന്ന് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ചേട്ടൻ നല്ല സാധനം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കട്ടനും ഇതൊക്കെ ഓംലേറ്റ് നല്ല വിജയ് കണ്ട് നമ്മുടെ ഒരു യൂട്യൂബർ അനന്ത് കണ്ട് അഖിൽ കണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ടനും മുട്ട ഓംലേറ്റൊക്കെ തന്നിട്ട് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും. അതാണ് ഇനി പരിപാടി. നമ്മളുണ്ട് ഇപ്പോൾ നല്ലൊരു വീട്ടുണ്ട്. നല്ലൊരു വീട്ടിൽ നല്ല കുതിർത്തിരിക്കുന്നു, ഊരിനെ കുതിച്ച് വരുന്നു. നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് പോകുന്നത് വെച്ചാൽ നമുക്കൊരു 46 കിലോമീറ്റർ പോകുന്നുണ്ട്. ഞങ്ങൾ ഈ സ്ഥലപ്പേര് കറക്റ്റ് അറിയത്തില്ല. നമ്മളൊരു നല്ലൊരു കിട്ടൻ സ്പോട്ട് എന്ന് വെച്ചാൽ കിട്ടൻ മലയും കാര്യങ്ങളൊക്കെ കയറിയാണ് വന്നത്. നമ്മൾ നേരെ ഇനി എന്തായാലും കയറി നമുക്ക് അതിലൊക്കെ അതുകൊണ്ട് നമ്മുടെ പൊന്നുണ്ട്, നമ്മുടെ വണ്ടികളുണ്ട്, അവൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ വീട്ടിൽ വിജയമുണ്ട്, പിന്നെ അവരുടെ ചേട്ടാ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇനി എല്ലാവരും അങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും ഇവിടെ നിർത്തിയ സൂര്യൻ്റെ കാണിച്ചിട്ടുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി നിർത്തുകയല്ല, കിട്ടൻ സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും ഈ റൂട്ട് വരുന്നവരെല്ലാവരും ഇവിടെ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കാണുക. തീരത്തോടുന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. രാവിലെ കാപ്പിയും കാര്യങ്ങളൊക്കെ കഴിക്കും നമ്മുടെ പുറത്ത് വിജോ. അപ്പോൾ കൈസ് ഞങ്ങൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കീരിത്തോട്, ഇടുക്കിയാണ്, കീരിത്തോടാണ് നിൽക്കുന്നത്. ഇതാണ് ഷീമാട്ടി ഹോട്ടൽ. ഞങ്ങളിവിടെ വന്നാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുക. നമുക്ക് ഇനി ഇവിടുന്ന് തിരിക്കാൻ പോകണം. നമ്മുടെ വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പയ്യനൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ നമ്മളിനി എന്തായാലും ഇവിടെ നിന്ന് കൊടുത്തിരിക്കുക. ഇനി ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ പോകുന്ന വഴി കാണാം. നമ്മൾ കൊണ്ട് അടിമാലി എത്തി. അടിമാലി പവർ സ്റ്റേഷൻ പിന്നെ കണ്ടതുണ്ടോ നേരെ മറ്റേ വെള്ളം വരുന്നതിൻ്റെ ഒരു ഇതാണ് സംരംഭം, മറ്റേ തേനി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് അടിമാലി എത്തി. സെറ്റ് ഒരു സ്ഥലം, സെറ്റ് വൈബ് സ്ഥലം എന്ന് വെച്ചാൽ വൈബ് സ്ഥലം, നോക്ക് വീട്ടു സ്ഥലം, ബ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സെറ്റ് സ്ഥലം, ബ്രിഡ്ജാണെങ്കിൽ നമ്മുടെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. അപ്പൂന് ഇവിടെ വന്നപ്പോൾ തന്നെ അപ്പൂന് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി 2 പേര്. അപ്പൂൻ്റെ ആൾക്കാർ പൊന്നാണ്ട് കൂടുന്നുണ്ട്, നമ്മുടെ ചെറുക്കാൻ കൂടുന്നുണ്ട്. നമ്മുടെ വണ്ടി അവന് വേണ്ടി കഴിയുന്നു. പിന്നെ നമ്മളൊരു യൂട്യൂബർ ഉണ്ട് അവിടെ, അപ്പോൾ അവൻ്റെ ബ്ലോഗും കാര്യങ്ങളും എടുക്കുന്നു. അപ്പോൾ ഇതാണ് റോഡ്, തേനി അടിമാലി റോഡാണ്. തേനിയിലെ അടിമാലി
നമ്മൾ അടിമാലി താഴ്വാരത്താണ് നിൽക്കുന്നുണ്ടോ. വ്യൂ എന്ന് വെച്ചാൽ നല്ല സെറ്റ് സ്ഥലം, സെറ്റ് വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പറഞ്ഞ സ്പോട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ഇനി ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഇത് ഫുള്ള് തേയിലയാണ്. നമ്മൾ മൂന്നാറെത്താൻ ഇനി ഒരു 6 കിലോമീറ്റർ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം വണ്ടി ഒന്ന് നല്ല ചൂട് വണ്ടി ഒന്ന് ഇതായിട്ട് വന്നിട്ട് തണുപ്പ് നമ്മുടെ ചെറുക്കനൊക്കെ വരുന്നുണ്ട്. എല്ലാം തേയിലയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഡ്രീം അച്ചീവ്, ഡ്രീമല്ലേ, നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു മൂന്നാർ പോകണം എന്നൊക്കെ. ഇപ്പോൾ ഈ ഹിൽ സ്റ്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ ട്രിപ്പ് പോകണം. അപ്പോൾ ഇത് പറയുന്നത് സന്തോഷം ഉണ്ട്, നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 6 കിലോമീറ്റർ കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് കണ്ട് ഇവിടെ യൂട്യൂബുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സ്പോട്ടിൽ എത്ര 6 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് അവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ, ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ് കാണുന്നത്. നമ്മുടെ ഫോണിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറവാണ്, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി ബാക്കി വീഡിയോസ് നമ്മൾ മൂന്നാറങ്ങ് ഫുള്ള് ടോപ്പിൽ ചെന്നിട്ട് മൂന്നാർ കാണിച്ചത്. അപ്പോൾ ഇതാണ് സെയിൽസും കാര്യങ്ങളും ജിപ്പിലും കാര്യങ്ങളൊക്കെ. വെയിലൊക്കെ ഉണ്ട്, വെയിലുണ്ടെങ്കിലും നമുക്ക് ആ വെയിൽ അങ്ങനെ അടിക്കത്തില്ല. എന്ന് വെച്ചാൽ നല്ല തണുപ്പും കാര്യങ്ങളും കാറ്റും എല്ലാം ഉണ്ടായതുകൊണ്ട് വെയിലും കാര്യങ്ങളും അങ്ങനെ അടിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ചെറുക്കൻ നല്ല പൊന്നുകളുണ്ട്, നമ്മുടെ വണ്ടികളും ധരിക്കുന്നു, എല്ലാവരും ഉണ്ട്. അവൻ്റെ പേര് അനന്തു എന്നാണ്, നമ്മൾ പൊന്നുന്നേ വിളിക്കുക നമ്മുടെ ചെറുക്കനെ. അപ്പോൾ നമ്മൾ കണക്ക് ഇന്ന സൈറ്റിലുണ്ട്. അപ്പോൾ ഇത് റോഡാണ് കൊടുക്കുന്നത്, മൊത്തം വണ്ടികളും കാര്യങ്ങളൊക്കെ. നമുക്ക് തന്നെ അനന്തുവിൻ്റെ ചേട്ടാക്കിയിൽ ഇതായിരിക്കുന്നു. നമ്മൾ ബിജോയ് ബ്രോ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ പറയുന്നത്, വൈബാണ്, രക്ഷയില്ലാത്ത വൈബെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണത്. എന്തായാലും ഇനി ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ മണ്ടേ ചെന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടൂറിസ്റ്റും കാര്യങ്ങളും കാണിച്ചത്. ടൂറിസ്റ്റ് മാലിക്ക് ഫേമസ് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് മണ്ടിലുണ്ടാകും. മൂന്നാർ ടൗൺ അപ്പോൾ ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഫുള്ള് തേയിലത്തിട്ട്, പിന്നെ ഇതൊക്കെ ക്വാർട്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ നല്ലൂടെ ഉണ്ട്, നമ്മളെ വണ്ടിയും നമ്മുടെ ചെറുക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലെത്തിക്കൊണ്ട് കഴിച്ചു. ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് നാട്ടപ്പെട്ടി ഡാം കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യം ഒന്നും തീരുമാനിച്ചില്ല. പോകുന്ന വഴിക്ക് അവിടെയൊക്കെ കയറുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഞാനത് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ വഴിയെ കാണാം. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങളങ്ങോട്ട് തിരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ മൂന്നാർ ടൗൺ ഇവിടുന്ന് ഫുട്ബോൾ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എപ്പോഴും പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട്. ഇതാണ് ഗ്രൗണ്ടും, മൂന്നാറിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. മൂന്നാർ ടൗണിലാണ്, മൂന്നാറിൽ അവസാനത്തെ പമ്പാണിത്. അത് അപ്പുറത്താണ് KSRTC ബസ് സ്റ്റാൻഡ്. മൂന്നാർ ടൗൺ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ബാക്കി നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടിപ്പോൾ മൂന്നാർ വന്ന് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ഫ്രഷൊക്കെ ആവാൻ വേണ്ടി. അപ്പോൾ ഇതാണ് റൂം. ഡബിൾ ഡെക്ക് കൊണ്ട്, പിന്നെ ഡബിൾ കോട്ട് കട്ടിലുണ്ട്, സിംഗിളുണ്ട്. ആണ്ടെ നമ്മളെ ചെറുക്കൻ താ കിടക്കുന്നു, ഇവിടെ അനന്ത് കിടക്കുന്നു, ബിജോ താണ്ടെ, ഞാനും ബിജോയും താണ്ടെ. ബിജോ താണ്ടെ ഒരുത്തൻ ഒരു സ്ഥലം വരെ പോയിരിക്കുന്നു, അവൻ ടൂറ് പോയി ഇപ്പോൾ വരും. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അപ്പോൾ നമ്മൾ മറയൂർ, ഇവിടെ നിന്ന് 9 കിലോമീറ്റർ മറയൂർ. ഇപ്പോഴത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. എല്ലാം പാറപ്പുറത്ത് വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നു, നല്ല ആംബിയൻസ് ഏരിയൊക്കെ വന്നിട്ടുണ്ട്. ചെറുക്കന്മാരെ കണ്ടുകൊണ്ടുണ്ട്. തൊട്ടപ്പുറത്ത് റോഡാണ്, നമ്മളെ വണ്ടി കൊണ്ട് റോഡ് സൈഡിൽ ഇവിടെ നേരെ കിടക്കുന്ന മറയൂർ റൂട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരെ അടുത്ത് പോകുന്നത് ഊട്ടിയിലേക്കാണ്. ബാക്കി വീഡിയോ നമുക്ക് വഴിയേക്കാം. ഗൈസ് ഞങ്ങൾ കണ്ടപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ചെക്ക് പോസ്റ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളവിടെ
അവർ കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തുകയാണ് ഗൈസ്. നമ്മൾ പയ്യന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാം കരിക്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള എല്ലാ എഡിറ്റിനും കാണാം. കരിക്ക് കുടിച്ച് ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ ഇവിടെ പോകും ഗൈസ്. പയ്യന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. പയ്യന്മാരെല്ലാവരും കരിക്ക് ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പളനി ഊട്ടിയിലേക്ക് പിടിച്ച റൂട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് പളനി വഴി ഇങ്ങനെ പോകാൻ നമുക്ക് എളുപ്പം പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും പളനി വരെ വരാമെന്ന് വെച്ചാൽ അങ്ങനെ പളനി വന്ന് അമ്പലം കാണിച്ചിട്ട് റോഡ് കാണിക്കുന്നുണ്ട്. അവിടെ പോയി ഞങ്ങളിന്ന് താഴെയാണ് നിൽക്കുന്നത്. അതിൻ്റെ എൻട്രിയുടെ ഇപ്പുറത്തുള്ളൊരു റോഡുണ്ട്. ആ റോഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ഫ്രണ്ട്സ് ബാക്കിലുണ്ട്. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും വിജയും ഇപ്പോൾ എൻട്രി എടുത്തിരിക്കും. അപ്പോൾ അവർ നേരെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. നമ്മൾ ഇത് പ്ലാൻ ചെയ്തതല്ല. പളനി നിൽക്കണം, പളനി കയറണം പറയാൻ പ്ലാൻ ചെയ്തതല്ല. എന്നുവെച്ചാൽ ഇതുവഴി വന്നിട്ട് നമുക്ക് ഇവിടുന്ന് വലിയ ദൂരമില്ല ഊട്ടി പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ റൂട്ട് കയറി വന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പളനി അമ്പലത്തിൻ്റെ അടുത്ത് വരെ, മുഴുവൻ കോവിലിൻ്റെ അടുത്ത് വരെ വന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് കാണാതെ ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ അതൊക്കെ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ പളനി എത്തി നിൽക്കുകയാണ്. ഈ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ തിരിക്കുന്നതാണ്. ഇവിടുന്ന് ചിലപ്പോൾ പ്ലാനില്ലാത്ത നമുക്ക് തന്നെ ചിലപ്പോൾ കൊടൈക്കനാലിൽ പോകേണ്ടിയിരിക്കും. എന്നിട്ടായിരിക്കും ഇവിടെ ഊട്ടി പോകുന്നത്. നമ്മൾ പ്ലാനിങ് പല കാര്യങ്ങളും നമ്മൾ ആ സ്പോട്ടിൽ നമുക്ക് എന്ത് പ്ലാനാണ് വരുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ ബാക്കി വീഡിയോസ് നമുക്ക് വലിയ കാണാം. ഇന്നലെ നമ്മൾ കൊടൈക്കനാലിൽ വരാൻ ഒരു റൂം എടുത്തായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ നല്ല തണുപ്പും കുറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടുത്തെ റൂമിൻ്റെ വെളിയിലത്തെ ഇത് വ്യൂ. നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുക്കൻ നല്ല ട്രിപ്പ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഉറക്കമൊക്കെ ഞാൻ നമ്മുടെ റൂം കാണിച്ചുതരാം. ഇതാണ് ഞങ്ങളുടെ റൂം. എല്ലാം കത്തിച്ച അതാണ് നമ്മുടെ റൂം. വോൾട്ടേജ് ഇല്ല, അതുകൊണ്ട് ആണ്ടാ പച്ച ലൈറ്റൊക്കെ മിന്നിക്ക്. നമ്മുടെ ചെറുക്കന്മാരെല്ലാം നല്ല ഇവിടെ ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റ് അത്യാവശ്യമായി. ഒരു 10,000 രൂപയ്ക്ക് അകത്തായി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി റൂം എടുത്തതാണ്. പിന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂം കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേണ്ടേ ലൈറ്റിട്ടും കാര്യമൊന്നുമില്ല, വോൾട്ടേജ് ഇല്ല. കണ്ടോ വോൾട്ടേജ് ഇല്ല, അതുകൊണ്ട് ബാത്റൂം നല്ലത് കാണാൻ പറ്റത്തില്ല, വെട്ടമില്ല ഗൈസ്. അപ്പോൾ എന്താ പറയണ്ടേ, ഇനി ഞങ്ങളിവിടെ നേരെ കൊടൈക്കനാൽ. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററിനകത്തുണ്ട് കൊടൈക്കനാലിൽ പോയി. അപ്പോൾ നമ്മൾ നേരെ ഇനി കൊടൈക്കനാലിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ എടുത്ത റൂമും കാര്യങ്ങളൊക്കെ. നമ്മളാണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാപ്പിയും കൂടെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വെച്ച്. അപ്പോൾ വേണ്ട ഇലയും കാര്യങ്ങളും ഇട്ട് നമ്മുടെ ചെറുക്കന്മാർ കണ്ടുകൊണ്ട് നമ്മുടെ അപ്പോൾ നമ്മുടെ ചെറുക്കന്മാരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ രാവിലെ കാപ്പി കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേര് ദോശയെന്ന് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ 3 പേര് ദോശ, ഒരാൾക്ക് മാത്രം പൂരി, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മളെന്തായാലും ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇനി എന്തായാലും കൊടൈക്കനാലിലെത്തും ആണ് പരിപാടി. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞോ. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ദോശയൊക്കെ വന്നു. നല്ല മൊരിഞ്ഞ ദോശ ഗൈസ്, മൊരിഞ്ഞ ദോശ. ഇപ്പോൾ കഴിക്കുന്നത് വരെ ഇനി ബാക്കി വീഡിയോ വഴിയേക്കാം. ഗൈസ് നമ്മളിപ്പോൾ വേണ്ട കൊടൈക്കനാൽ ലേക്കിൽ വന്നിട്ടുണ്ട്. ലേക്ക് വേണ്ട ഇതാണ് ലേക്കിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കൊടൈക്കനാൽ. ഇത് ലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഫുള്ള് ചുറ്റി പറഞ്ഞു. നമ്മളുകൊണ്ട് അവിടെ ആ വെള്ളം പോകുന്ന കാണാൻ പറ്റുന്ന ഇതില്ല. അവിടെ ഇങ്ങനെ വെള്ളം പൊങ്ങി വരുന്നൊരു സീനുണ്ട്. ഒരു സ്ഥലം എൻട്രി അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങി റിട്ടേൺ ആ റോഡ് തന്നെ ചെന്ന് കയറും. അപ്പോൾ ഞാൻ നിൽക്കുന്നത് പറഞ്ഞാൽ ഇത് കണ്ടു, ഒരു മരത്തടിയുടെ മണ്ടല്ല കണ്ടോ, നമ്മൾ പയ്യന്മാരെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടോ ഇപ്പോൾ ലൈറ്റിൽ നിൽക്കുകയാണ്.
കണ്ടോ അവിടെ വെള്ളം വീഴുന്നുണ്ടോ? ആ ഭാഗത്തു നിന്ന് എൻട്രി ഇങ്ങനെ കയറി കറങ്ങിയോ. അപ്പോൾ ഒരുപാട് വണ്ടികൾ നേരം ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും. അതിൻ്റെ വിഷ്വൽ ഉള്ളെന്ന് കാണിച്ചു ലൈക്കിൻ്റെ. കണ്ടോ ഈ റോഡാണ് നമ്മൾ വന്നത്. ഇതാണ് ലൈക്ക്. പിന്നെ നമ്മൾ നേരെ ഇനി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്ത സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ അടിക്കുമോ നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മളിവിടെ വന്നതിൻ്റെ എന്ത് പറയുന്നത്, വന്നിട്ട് നമ്മളൊന്നും ഇല്ലാതെ പോയില്ല. നമ്മൾ പറഞ്ഞ് ഇവിടെ വന്നാൽ കോട കാണാൻ പറ്റും, കോട വരും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മൾ കോട കണ്ടെത്തിയിരിക്കുന്നത് കോട എന്താ വെച്ചാൽ ഒന്നും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കാണുന്നില്ല, ഒരു പുകമയം തന്നെ. അങ്ങനെ കോട വന്നു ഗൈസ്. അപ്പോൾ ഫുള്ള് കോടയൊക്കെ ഒന്ന് സെറ്റ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ അങ്ങനെ കോട വന്നു ഗൈസ്. ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് പറയുന്നു ഒരു രക്ഷയില്ല. അടിവാരത്തു നിന്ന് കോട ഇങ്ങനെ അടിച്ചു നിലവിലോട്ട് കയറുമോ ഫുള്ള് ഇങ്ങോട്ട് വന്നു. അപ്പോൾ എല്ലാം സെറ്റ്. ബാക്കി നമുക്ക് വഴിയാണ് ഗൈസ്. നമ്മൾ കണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നിരിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ബിരിയാണി കഴിക്കാനാണ് ഇത്. അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ചെറുക്കന്മാർ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ മറ്റേ ഇയാൾ ഭയങ്കര എക്സ്പ്രഷൻ, നമ്മുടെ അഖിൽ ഭയങ്കര എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ ബാക്ക് സൈഡ് ചെറുക്കൻ്റെ ബാക്ക് സൈഡിൽ ഒരു പെണ്ണിരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചാൽ നിങ്ങൾ കാണാൻ തോന്നുന്നു. ഇതാണ് ആ കുട്ടി. അപ്പോൾ ഈ കുട്ടിയോട്ട് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിനിവിടെ തിരിക്കും. നമ്മുടെ ചെറുക്കന്മാരെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ കണ്ടോ ഇയാൾ ചരിഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ്, മെയിനായിട്ടുള്ള കാര്യം അതാണ്. ചരിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ആ കൊച്ചിനെ നല്ല രീതിയിൽ കാണാമല്ലോ, അതുകൊണ്ടാണ് അവൻ ചരിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബിജോയ് തൻ്റെ കൂടെ ഉണ്ട്, ബിജോയുടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള ഇല തൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ബിരിയാണി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ കൊടുക്കുന്നത്. ഇപ്പോഴും സന്ധ്യയാണ്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് എന്താ പറഞ്ഞാൽ ഈ റൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. അത് സംഭവം വേറൊന്നുമില്ല, നമ്മുടെ വണ്ടിക്കകത്ത് ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചുതരാം. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ വണ്ടിക്കകത്ത് ചെറിയതായിട്ട് ഒരു DRL വർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, വൈറ്റാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ട്രിപ്പ് പോയ സമയത്ത് ചെയ്തതാണ്. പിന്നെ അതുകൂടെ ഇന്ന് ഞാൻ വർക്കിന് പോയപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി. വേറൊന്നുമില്ല, ഞാൻ വർക്കിന് പോയ സമയത്ത് ഇവിടെ കുരങ്ങൻ്റെ ശല്യം ഉണ്ടായതുകൊണ്ട് കുരങ്ങൻ നൈസിൻ്റെ ഒരു പണി എന്നത് കണ്ടോ, എൻ്റെ ഷീറ്റ് മൊത്തം വലിച്ചങ്ങ് കയറി. നല്ല രീതിയിൽ വലിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക, ഇതിൻ്റെ അകത്തുള്ള സ്പോഞ്ചും കാര്യങ്ങളെല്ലാം വലിച്ചൊറിച്ച് കളഞ്ഞു. അതാണ് കാര്യം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിക്കകത്ത് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ മാക്സിമം എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെന്തോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.